ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സിൽവർ നൈറ്റ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നമ്മൾ ഗോൾഡൻ മോർണിംഗ് റുട്ടീനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസത്തെ ഒരു 4 മണി മുതൽ വൈകിട്ട് ഒരു 10-11 മണി വരെയുള്ള എൻ്റെ ഒരു റുട്ടീനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതുപോലെ തന്നെ നൈറ്റ് റുട്ടീൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അങ്ങനെ 4 മണി കഴിയുമ്പോൾ ഞാൻ ചായയും കാര്യങ്ങളൊക്കെ വെച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോഴേക്കും മക്കൾ ക്ലാസ് വിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ കുറച്ച് നേരം അവരുടെ കൂടെ അവരുടെ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും സംസാരിക്കാനൊക്കെ ആയിട്ടിരിക്കും. അവർക്ക് ട്യൂഷനുള്ള ദിവസമാണെങ്കിൽ അവർ രണ്ടുപേരും ട്യൂഷന് പോവും. ഇല്ലാത്ത ദിവസമാണെങ്കിൽ അവർ ടി വിയും കാര്യങ്ങളൊക്കെ കാണാനിരിക്കുക അവരുടെ ഫ്രീ ടൈമാണ്. അപ്പോൾ മക്കളൊക്കെ പണ്ട് ക്ലാസ് വിട്ട് വരുന്ന സമയത്ത് ഞാൻ ഭയങ്കര റുട്ടീനായിട്ട് കാര്യങ്ങളൊക്കെ അവരോട് ബാഗ് ഇവിടെ വെക്കാൻ പറയും, ഷൂസ് ഇവിടെ വെച്ചോളൂ എന്നൊക്കെ പറയും. കുഞ്ഞായിരുന്നല്ലോ. പിന്നെ വലുതാവും തോറും നമ്മളത് പറയുന്നത് കുറയും, അവർ സ്വയം ചെയ്യണം. ഒരു ടീനേജ് പ്രായത്തുമ്പോഴേക്കും കുട്ടികൾക്ക് പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് ശേഷം മടി വന്നു തുടങ്ങും. അവർക്ക് എപ്പോഴും ക്ഷീണമാണ്, മേലുവേദന എടുക്കണം, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ക്ലാസ് വിട്ട് വന്നാൽ ഭയങ്കര ടയേർഡാണ്, പിന്നെ ഒരുപാട് പഠിക്കാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പൊതുവേ കുട്ടികൾക്ക് പിന്നെ മടി വന്നു തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ പറയുന്നത് കൂടി വരും. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ എൻ്റെ വീഡിയോസ് കാണുമ്പോൾ കുറേ പേര് പറയാറുണ്ട് കേട്ടോ, കുഞ്ഞായിരിക്കുമ്പോൾ കുട്ടികളതൊക്കെ ചെയ്യും, കുറേ വലുതായി കഴിയുമ്പോൾ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല എന്ന്. അപ്പോൾ ആ പറഞ്ഞത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ടീനേജ് സമയത്തൊക്കെ അവർക്ക് ഭയങ്കര ദേഷ്യവും ഇതൊക്കെ കൂടുതലായിരിക്കും. ആ സമയത്ത് നമുക്ക് നല്ല ക്ഷമയുണ്ടാവണം കുട്ടികൾ ഡീൽ ചെയ്യാനായിട്ട്. ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക. കുറച്ച് കഴിയുമ്പോൾ ഗ്രാജുവലി അവർ ഓക്കെ ആവും. അങ്ങനെ മക്കളുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന ശേഷം ഞാനിത് എൻ്റെ റൂമിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ഞാൻ ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തുണികൾ മടക്കാനുള്ളത് കുറച്ച് പെൻഡിങ് ആയിട്ടിരിക്കുന്നുണ്ട് ഫോൾഡ് ചെയ്യാൻ. അപ്പോൾ അതെല്ലാം മടക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഒരു അരമണിക്കൂർ എടുത്ത് അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഈ പണി തന്നെയല്ല, പല പണികളുണ്ടാവില്ല, അതൊക്കെ മാറ്റിയായിരിക്കും ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നതിനൊപ്പം തന്നെ ഞാൻ കുറച്ച് നേരം എൻ്റെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഓൺ ചെയ്ത് വെക്കും കേട്ടോ. മിക്കവാറും സമയത്ത് ഞാൻ പണികൾ ചെയ്യുമ്പോൾ എൻ്റെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതലും ഞാൻ കേൾക്കുകയാണ് ചെയ്യാറ്. കാരണം ഇരുന്ന് കാണാൻ എനിക്ക് സമയം കിട്ടുക ആകെ വൈകുന്നേരങ്ങളിലാണ്. അല്ലാത്ത സമയമൊക്കെ അത് വൈകുന്നേരം വെച്ചാൽ എടുക്കുന്നതിന് മുൻപ് മാത്രമാണ് ഫോണിൽ ഇരുന്ന് കാണുന്ന എന്തെങ്കിലും പരിപാടി എനിക്ക് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ രാവിലെ കുറച്ച് നേരമൊക്കെ, ബാക്കി എല്ലാ സമയവും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ കൂടുതൽ സമയം എൻ്റെ ഫോൺ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും കേൾക്കാനായിട്ട് ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ എനിക്ക് ബോറടിക്കില്ല, മാത്രമല്ല വേറെ ചിന്തകളൊന്നും ഇല്ലാതെ പണി ഇങ്ങനെ നടന്നോളും. ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യം ആലോചിച്ച് പിന്നെ എൻ്റെ പണി സ്ലോ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓൺ ചെയ്ത് വെക്കുന്നത്. ഇനി ഒരു 5:15 മുതൽ ഒരു 6 മണി വരെയൊക്കെ നമുക്ക് ബോഡി മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എക്സസൈസിന് വേണ്ടി ടൈം മാറ്റി വയ്ക്കാം. ഓരോരുത്തരെയും റുട്ടീൻ അനുസരിച്ച് ഒരു അരമണിക്കൂർ എപ്പോഴെങ്കിലും അത് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം ഞാനാണെങ്കിൽ ഓണത്തിന് ശേഷം ഒന്നും ചെയ്യണില്ല, നല്ല മടി. ഈ പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും വരും, അപ്പോൾ നല്ല മടിയാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മച്ചിക്ക് വയ്യാതായിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ ഭയങ്കര തിരക്കിലായിരുന്നു ആ മാസത്തിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നല്ല മടിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് മിളകൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലൂവിക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ലൂവിക്ക, ലൗലോലിക്ക എന്നൊക്കെ പേരുണ്ട്, എന്താ നിങ്ങളവിടെ പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ പ്രാവശ്യമാണെങ്കിൽ നന്നായിട്ട് ഉണ്ടായി. പക്ഷെ ഒരു കുഴപ്പം, ഓരോ ദിവസമാണ് 1-2 പഴുത്തിട്ട് ഇങ്ങനെ കിട്ടുക. അപ്പോൾ അതെല്ലാം അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഉപ്പിലിട്ട് വെച്ചിട്ട് പിന്നെ അച്ചാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണേ. കുറച്ചധികം അങ്ങോട്ട് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഇത് ഓരോന്നോരോന്നാണ് വരുന്നത്. കുഴപ്പമില്ല, എന്നാലും കിട്ടിയില്ലോ. ഇനി ഞാൻ കുറച്ച് നേരം മുറ്റത്തൊക്കെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായില്ലേ, അപ്പോൾ ഇത്തിരി നേരം ഒന്ന് നടന്നിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. അപ്പോൾ അതൊക്കെ നടക്കുകയാണ്. ഈ ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണതിൻ്റെ ടിപ്സൊക്കെ പലരും ചോദിച്ചിരുന്നു. ഞാനത് ചെയ്യാറില്ല കേട്ടോ, തീരെ ചെയ്യാറില്ല. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊരു വീഡിയോയും ചെയ്യാത്തത്. ഇവിടെ അപ്പച്ചനാണ് ഗാർഡനിങ് ചെയ്യുന്നതും എല്ലാം വെച്ചിരിക്കുന്നതൊക്കെ അപ്പച്ചനാണ്. ആദ്യമേ തൊട്ട് അപ്പച്ചൻ തന്നെ ചെയ്യണത്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഗാർഡനിങ്ങിനെ കുറിച്ച് നന്നായി അറിയുന്ന ഒരുപാട് പേര് വീഡിയോസ് ചെയ്ത് ടിപ്സൊക്കെ പറയണവർ, അപ്പോൾ അവരുടെ കാണുന്നതാവും നല്ലത് എനിക്ക്. കാരണം എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഭാവിയിൽ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയിലൂടെ അതിലെ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്തായാലും ഇന്ന് വേഗം അകത്തോട്ട് പോകുന്നു. കാരണം എനിക്ക് സാധാരണ ഞാൻ ഈ സമയത്ത് വന്ന കിച്ചണിലെ പാത്രങ്ങളൊക്കെ അടുക്കി വയ്ക്കുകയാണെങ്കിൽ അത് എടുത്ത് വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഫ്രീ ടൈമായിട്ട് അവിടെ ഇരിക്കുന്ന ടൈമാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരം സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മക്കൾ പറയും. അപ്പോൾ ചില ദിവസം വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പറയുമ്പോൾ അങ്ങനത്തെ ദിവസം ഞാൻ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ വൈകുന്നേരം ചെയ്യും. ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറികളൊക്കെ തന്നെയാണ് വൈകുന്നേരം കഴിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ പൂരി ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ സാധാരണ ചപ്പാത്തി അല്ലെങ്കിൽ ചോറൊക്കെ കഴിക്കാറ്, പക്ഷേ ഇന്ന് വിചാരിച്ചു പൂരി മതി അവർക്ക്. അപ്പോൾ എന്നാൽ ശരി, ഓക്കെ, അത് ഉണ്ടാക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ബീഫ് കറി ഒരു വേറെ സ്റ്റൈലിൽ, ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ അല്ലാത്തൊരു സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്ന കണ്ടു ഒരു വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അത്. ഇതിനായിട്ട് ഞാൻ 2 സവാള വലുത് നീളത്തിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 തക്കാളി നീളത്തിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു 10 അല്ലി ചുവന്നുള്ളി, ഒരു 15 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി. ഇതെല്ലാം മിക്സിയിൽ നമ്മളൊന്ന് ചതച്ചെടുക്കണം. ഇനി ബീഫ് കറിയിലേക്ക് ചേർക്കാനുള്ള ഗരം മസാല നമ്മൾ സെപ്പറേറ്റ് പൊടിച്ചെടുക്കുകയാണ്. 1.5 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്,
8 ഏലക്കായ, 3 വറ്റൽമുളക്, ഒരു പീസ് കറുവപ്പട്ടയും കൂടി ചേർക്കണം കേട്ടോ പൊടിക്കുമ്പോൾ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചേർത്തിട്ടില്ല. അതും കൂടി ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. കുക്കർ ചൂടാക്കിയ ശേഷം ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു 8 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കുക. സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് അത് ചതച്ചത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി, നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഗരം മസാല ഇതിൽ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി. അപ്പോൾ നമ്മൾ കുരുമുളകും ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലിപ്പൊടി ഇനി കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം. അതാകുമ്പോൾ എരിവ് കുറവായിരിക്കും, നല്ല കളറും കിട്ടും കറിക്ക്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും. അത് ഓഫ് ചെയ്ത ശേഷം ഞാൻ ബീഫ് ചേർത്ത് കൊടുക്കുകയാണ്. 1.5 കിലോ ബീഫാണ്. നെയ്യോട് കൂടി ബീഫാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതും കൂടി ചേർത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ സ്റ്റീലിൻ്റെ കുക്കറായതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും, അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വെറ്റിപ്പോവും. പിന്നെ ബീഫിൽ നിന്ന് വെള്ളവും വരും. അപ്പോൾ വെള്ളം പോരായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ കറിക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം വരെ നമുക്ക് ചേർക്കാം. ഈ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കുക്കർ ക്ലോസ് ചെയ്ത് വെച്ച് ബീഫ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ച ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര വിസിൽ അടിച്ചെടുക്കുക. ഇതിൽ നമ്മൾ സവാളയും ഈ തക്കാളിയൊക്കെ ചേർത്തേക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റീൽ കുക്കറും കൂടി ആയതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വെള്ളവും ഒഴിക്കണം. അതുമാത്രമല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ആ മസാലകളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചൊരു 5-6 വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. വേവ് കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒന്നും കൂടി വേവിച്ചാലും തെറ്റില്ല. അല്ലെങ്കിൽ അടുപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ ചിലപ്പോൾ ഈ മസാല കരിഞ്ഞു പിടിക്കും. അങ്ങനെ നമ്മുടെ ബീഫ് ദേ ഉണ്ടാക്കി സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തു, കാരണം അത് ഇളക്കാനും പിടിക്കാനൊക്കെ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഉരുളിയിൽ ഇട്ടുകൊണ്ട് ഒരു 5-8 മിനിറ്റും കൂടി ഞാനത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോൾ കറി നല്ല കുറുകിയ ചാറോടുകൂടി നല്ല അടിപൊളി ബീഫ് കറി കിട്ടിയിട്ടുണ്ട്. ഇത് ചപ്പാത്തി പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. മല്ലിയില വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, ഞാൻ ഇട്ടിട്ടില്ല. കുറച്ച് വേപ്പില വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കായോ ചേനയോ അങ്ങനെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കി അതും കൂടി വേവിച്ച് ചേർത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നെയ്യൊക്കെ പിടിച്ച് വരുമ്പോൾ. അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൂരി ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇത് റെഡിമെയ്ഡായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന പൂരിയാട്ടോ. അതിന് മാവ് പരത്തിയിട്ട് കിട്ടണതില്ല, അതാണ്. ഞാൻ സാധാരണ പൊടിയൊക്കെ കുഴച്ചിട്ടുണ്ടാക്കാറ് മുൻപ് വീഡിയോയിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഞാൻ ഒന്ന് മേടിച്ച് നോക്കിയതാണ്. ലൈറ്റിൻ്റെയാണ് മേടിച്ച് നോക്കി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിരിക്കുന്നതുകൊണ്ടാണ് ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മക്കൾക്ക് അത് കണ്ടപ്പോൾ തൊട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇതും കൂടി ഉണ്ടാക്കി വെച്ച് ഒരു 7 മണി കഴിയുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ കഴിയും. അപ്പോൾ അത് കഴിഞ്ഞാൽ കുളിച്ച് ഫ്രഷായി വേഗം ഒന്ന് ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞാൽ, കാരണം എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും വേഗം ഫുഡ് കഴിക്കണം. അപ്പോൾ അവർക്ക് പഠിക്കാനിരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് പഠിക്കണുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം അതൊക്കെ ഫ്രൈ ചെയ്ത് വെച്ച് സെറ്റാക്കി എടുക്കുകയാണ്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണം തോന്നും കേട്ടോ. ചില നേരത്തെ നമുക്ക് മടുപ്പൊക്കെ തോന്നും. പക്ഷേ അത് കഴിഞ്ഞ് മക്കളൊക്കെ കഴിച്ച് വീട്ടിലെല്ലാവരും കഴിച്ച് കഴിയുമ്പോൾ അത് കാണുമ്പോൾ അവർ പറയുന്ന അഭിപ്രായം കേൾക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണമൊക്കെ വെച്ച് കഴിയുമ്പോൾ ആര് ഭക്ഷണം വെച്ച് തന്നാലും നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി എന്ന് പറയാനായിട്ടൊന്ന് ശ്രമിക്കുക. ഞാനെപ്പോഴും പരമാവധി നന്നായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായി പറയാറുണ്ട് കേട്ടോ. കാരണം അത് ഉണ്ടാക്കി തരുന്നവർക്ക് ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യം. അപ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ മടിയാണ് ഇങ്ങനെ പറയാൻ നന്നായി എന്ന്. പക്ഷേ നമ്മളത് പറയണം, അപ്പോഴാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുക. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം പോയി ഫ്രഷ് ആവാനായിട്ട് പോയി. മക്കളൊക്കെ ഫുഡൊക്കെ എടുത്തു തുടങ്ങി, കാരണം അവർ ഓൾറെഡി റെഡി ആയിട്ട് ഇരുന്നിരുന്നത്. അപ്പോൾ ഞാൻ വന്ന് ഫുഡ് കഴിക്കുകയാണ്. നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബീഫും പൂരിയും കൂടിയിട്ട് കഴിക്കുന്നത്. പക്ഷേ സൂപ്പർ കോമ്പിനേഷൻ. എപ്പോഴും പൊറോട്ട, ചപ്പാത്തി, ചോറിൻ്റെ കൂടിയൊക്കെ കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് നല്ല കിടിലൻ കോമ്പിനേഷൻ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും മക്കൾ 2 പേരും പഠിക്കാനൊക്കെ ആയിട്ട് പോയി. ഞാനിതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി പാത്രങ്ങളെല്ലാം കഴുകാനുള്ളതൊക്കെ വേഗം കഴുകി വെക്കുകയാണ്. കാരണം 8 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ പ്രയർ എത്തിക്കുന്ന ടൈം. അപ്പോൾ ആ ടൈമിനുള്ളിൽ എൻ്റെ പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി. അപ്പോൾ അവർ 2 പേരും പഠിക്കാനൊക്കെ ആയിട്ട് പോയി. ശരിക്കും നമ്മൾ വേഗം ഫുഡ് കഴിച്ച് കഴിയുകയാണെങ്കിൽ വേഗം തന്നെ കിച്ചൻ്റെ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിയും കേട്ടോ. ഫുഡ് കഴിക്കൽ എത്രത്തോളം ലേറ്റ് ആവണോ അത്രത്തോളം നമ്മുടെ പണികൾ ഡിലേ ആവും. അപ്പോൾ ഞാനിപ്പോൾ 8:30ക്കാണ് സാധാരണ ഡിന്നർ കഴിക്കാറ്. 8:30ക്ക് ഡിന്നർ കഴിച്ചാൽ പിന്നെ 9 മണി വരെയൊക്കെ 9:30 വരെ TV ഒക്കെ കണ്ട് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് 9:30ക്കാണ് പിന്നെ കിച്ചൺ ക്ലീനിങ്ങിന് വരിക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും 10 മണിയൊക്കെ കഴിയും ക്ലീൻ ചെയ്തൊക്കെ സെറ്റ് ആവണമെങ്കിൽ. അപ്പോൾ ഇന്ന് വേഗം കഴിച്ചുകൊണ്ട് തന്നെ എല്ലാം വേഗം പണികൾ കഴിഞ്ഞു. പാത്രങ്ങളെല്ലാം കഴുകി ഏകദേശം 8 മണിയാകുമ്പോഴേക്കും എൻ്റെ കിച്ചൺ ക്ലോസ് ചെയ്യാം, എല്ലാം ചെയ്തു തീർന്നു. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കഴിച്ചത് ഒരു കണക്കിന് നന്നായി. പക്ഷേ ചില സമയങ്ങളൊന്നും നമുക്ക് ആ സമയത്ത് സ്പെഷ്യൽ ഫുഡൊന്നും അല്ലെങ്കിൽ പിന്നെ 7 മണിക്കൊന്നും കഴിക്കാർക്കും തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് പണികൾ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, കാരണം വേഗം എല്ലാം കഴിഞ്ഞല്ലോ.
അവധി ദിവസമൊക്കെ ആണെങ്കിൽ ഞാൻ ഈസാനെ പാത്രങ്ങളൊക്കെ കഴുകാനും അങ്ങനത്തെ പണികൾക്കൊക്കെ വിളിക്കും. പക്ഷേ അവൾക്കിപ്പോൾ ഫസ്റ്റ് ടേം കഴിഞ്ഞ് സെക്കൻഡ് ടേം ആയപ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ കുറേ നേരം എഴുതാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഇതിന് വിളിക്കാൻ എനിക്ക് പാവം തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ എന്നെ അവൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ചിലർ ചോദിക്കും ഹെൽപ്പ് ചെയ്യാറില്ലേ മക്കളെന്നൊക്കെ. അപ്പോൾ അവർ അത്യാവശ്യമൊക്കെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. വിളിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിലൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കും. എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണ പണികളാണെങ്കിൽ പിന്നെ ഞാൻ അത് ചെയ്ത് തീർക്കും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് തുടച്ചൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് സമയം 8 മണിയായപ്പോഴാണ് ഞങ്ങൾ പ്രയർ എത്തിക്കുന്നത്. 8 മണി മുതൽ 8:30 വരെയാണ് പ്രയർ ഉണ്ടാവുക. അപ്പോൾ അത് എത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫ്രീ ടൈമാണ് ഇന്ന് വൈകുന്നേരം. അപ്പോൾ സാധാരണ ഞാൻ ഫോണൊക്കെ നോക്കിയിരിക്കുന്ന സമയമാണ്, ടി വി കാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് എംബ്രോയിഡറി ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു 2-3 മാസം മുൻപ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞില്ലേ കുറേ തിരക്ക് വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ബാക്കി സ്റ്റിച്ചസൊക്കെ ചെയ്ത് പഠിച്ചു. അപ്പോൾ ഞാൻ പണ്ട് എംബ്രോയിഡറി ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇടയ്ക്കൊക്കെ കുറച്ച് ദിവസം ചെയ്യും, പിന്നെ നിർത്തും, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ ഈ ഒരു കൊല്ലം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്തെങ്കിലും ഒരു സ്കില്ല് ചെയ്ത് പഠിക്കും, കുറച്ചും കൂടി കൂടുതൽ പഠിക്കും. അപ്പോൾ ഞാൻ എന്ത് കാര്യം പഠിച്ചാലും പകുതിക്ക് വെച്ച് നിർത്തും, മുഴുവനാക്കില്ല ഒരു കാര്യവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മാക്സിമം സ്റ്റിച്ചസ് ചെയ്ത് പഠിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ സ്റ്റിച്ചുകൾ ഈ ഒരു ഇടയ്ക്കൊക്കെ ചെയ്ത് പഠിച്ച് ഇത്രത്തോളം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റിച്ചസ് വെച്ചിട്ട് നമുക്കിനി ഒരുപാട് ഡിസൈനുകൾ പൂക്കളൊക്കെ വരച്ച് അതൊക്കെ വെച്ചിട്ട് ഈ സ്റ്റിച്ചസ് ഉപയോഗിച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയും ഇഷ്ടംപോലെ സ്റ്റിച്ച് ഉണ്ട് ഹാൻഡ് എംബ്രോയിഡറിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് വഴിയേ നമുക്ക് ചെയ്യാം. എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഞാനൊരു സംഭവം പഠിച്ചിട്ട് അത് ഇത്രത്തോളം കംപ്ലീറ്റ് ചെയ്തല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഞാനിതൊക്കെ ഇവിടെ ഇരുന്ന് കുറച്ച് നേരമൊക്കെ ചെയ്യുന്ന നേരം കൊണ്ട് റോസുവിന് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ചില ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരുന്ന് അവൾ ക്ലിയർ ചെയ്തിട്ടാണ് പഠിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അവൾ അടുത്ത് വന്നിരിക്കും. ഈസാനെ പഠിപ്പിക്കാറൊന്നുമില്ല, അവൾ സ്വയം തന്നെ പഠിക്കുന്നത്. എന്നാലും ചില ദിവസങ്ങളിലൊക്കെ ഇവർ രണ്ടുപേരും ചിലപ്പോൾ ഒരുമിച്ച് റൂമിലിരിക്കുമ്പോൾ തല്ലുകൂട്ടാവും. കാരണം ഒരാൾ ഉറക്കനെ വായിച്ച് പഠിക്കും, ഒരാൾ സൈലൻ്റ് ആയിട്ട് വായിച്ച് പഠിക്കും. അപ്പോൾ അത് മറ്റാൾക്ക് ശല്യമാവും. അപ്പോൾ ഞാൻ ഒരാളെ പിടിച്ച് മാറ്റി എൻ്റെ അടുത്ത് കൊണ്ടിരുത്തും. അപ്പോൾ പിന്നെ തല്ലുകൂട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഒരാളെ ഇവിടെ കൊണ്ടിരുത്തിയപ്പോൾ ഈസയ്ക്ക് സങ്കടമായി. ഈസയും കൂടി ഇവിടെ വന്നിരിക്കുന്നുണ്ട്, വെറുതെ ഇരിക്കുന്നത് എൻ്റെ കൂടെ അവിടെ. അപ്പോൾ അങ്ങനെ ചില നേരത്തൊക്കെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂട്ടൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കണ പോലെ തന്നെ. അപ്പോൾ അമ്മ വരുമ്പോൾ രണ്ടുപേരും ഭയങ്കര ഡീസൻ്റ് ആയിരിക്കും. ഞാൻ പോയി കഴിഞ്ഞാൽ അവർ രണ്ടുപേരും പിന്നെയും തുടങ്ങും പ്രശ്നങ്ങൾ. അപ്പോൾ സമയം ഏകദേശം 9:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നാളെ വെള്ളയപ്പമാണ് ഉണ്ടാക്കുന്നത്. വെള്ളയപ്പത്തിനുള്ള മാവ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെക്കണം നാളെ അരയ്ക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പച്ചരിയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പച്ചരി, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യണത് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ ചേർക്കാറുള്ളത്. അതാകുമ്പോൾ ഈസി ആയിട്ട് പണി കഴിയും. നമുക്കൊരു 25 വെള്ളയപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരിക്ക് ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് 1 കപ്പ് നാളികേരം ചിരവിയതും 1 കപ്പ് ചോറുമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 3/4 ടീസ്പൂൺ ഉപ്പ്, ഈസ്റ്റ് നമ്മൾ ചേർക്കുന്നത്, ഈസ്റ്റ് നമ്മൾ 3/4 ടീസ്പൂൺ തന്നെയാണ് ചേർക്കുന്നത്. ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇനി ഇത് ഒരു മാവ് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു കട്ടിയുള്ള മാവ് പോലെ തന്നെ വെച്ചാൽ മതി, എന്നാൽ വല്ലാതെ കട്ടിയാവാനും പാടില്ല, അങ്ങനെ വെക്കുക. രാവിലെ ആകുമ്പോൾ നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. ഞാൻ വൈകുന്നേരം 9:30ക്കാണ് ഇത് അരച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ 6 മണിയാകുമ്പോഴാണ് ഞാൻ മിക്സിയിൽ ഈ കട്ടിയുള്ള മാവ് ആദ്യം ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ ആ നാളികേരും ചോറും എല്ലാം അരഞ്ഞ് കിട്ടണം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ നന്നായി അരച്ചെടുത്തിട്ട് മിനിമം അരമണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെച്ചാലാണ് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് കിട്ടി നമുക്ക് വെള്ളയപ്പത്തിനുള്ള പാകത്തിലാവുക. അങ്ങനെയാണ് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്, നല്ല സെറ്റായിട്ട് കിട്ടാറുണ്ട്. ഇത്രയും ടൈമാണ് സാധാരണ എടുക്കാറ്. അപ്പോൾ ഞാൻ വരുന്ന നേരം കൊണ്ട് ഇവരിവിടെ രണ്ടുപേരും സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു ചേട്ടനോട്. അപ്പോൾ പിന്നെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂമിലിരുന്ന് കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവർ പോവുള്ളൂ. പിന്നെ ഇവരെ ഓടിപ്പിക്കണം ഇവിടുന്ന്, വർത്താനം നിർത്താൻ പറഞ്ഞിട്ട്. കാരണം ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഞങ്ങളെപ്പോലെ തന്നെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കഥ കഴിഞ്ഞ് അടുത്തത് പറഞ്ഞ് ഞാൻ അവസാനം നിർബന്ധിച്ചിട്ടാണ് ഇവർ ഉറക്കാൻ കെടുത്തുക. അങ്ങനെ അവർ രണ്ടുപേരും ഉറങ്ങാനായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം ഞാൻ ഫോണിൽ എന്തെങ്കിലുമൊക്കെ നോക്കുന്ന ടൈമാണ്. ഈ സമയത്താണ് ഞാൻ സ്വസ്ഥമായിട്ട് ഇരുന്ന് കുറച്ച് നേരം നോക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നോക്കുന്നതുകൊണ്ട് തന്നെ, സ്വസ്ഥമായിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നേരം പോണതേ അറിയില്ല, നമുക്ക് ഉറക്കം വരില്ല. കാരണം ഫോണിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ബോറടിക്കില്ലല്ലോ, നല്ല രസമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിങ്ങനെ ഒരുപാട് നേരം ലേറ്റ് ആവുമെന്ന് എനിക്കൊരു ബോധ്യമുള്ളതുകൊണ്ട് ഇപ്പം ഞാനൊരു ടൈം കഴിയുമ്പോൾ അത് നിർത്തി. എനിക്കാണെങ്കിൽ ഫോൺ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം തീരെ വരില്ല. അപ്പോൾ എന്തെങ്കിലും പുസ്തകം വായിക്കുകയാണെങ്കിൽ എനിക്ക് വേഗം ഉറക്കം വരും. ഒരു പേജ് വായിച്ചാൽ മതി, അപ്പോഴേക്കും എനിക്ക് മടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പുസ്തകം ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വായിച്ച പുസ്തകമാണ്, എന്നാലും ഞാൻ വായിച്ചതൊക്കെ പലപ്പോഴും മറന്നു പോവാണ്. വീട്ടിലെ തിരക്കും ബഹളമൊക്കെ വരുമ്പോൾ വായിച്ചതേ മറന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ആ പുസ്തകം എടുത്ത് പിന്നെയും വായിക്കും. ഒന്നും കൂടി വായിച്ച് വരുമ്പോൾ കുറച്ച് ഓർമ്മ വരും കേട്ടോ വായിച്ചതൊക്കെ. അപ്പോൾ വീണ്ടും അത് കുറച്ച് നേരം വായിക്കുമ്പോഴേക്കും ഉറക്കം വന്നു തുടങ്ങും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു നൈറ്റ് റുട്ടീൻ വരുന്നത്.
അപ്പോൾ ഇന്ന് കുറച്ച് കുക്കിങ് കാര്യങ്ങളുള്ളതുകൊണ്ട് കുറച്ചും കൂടി ബിസി ആയിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ടൈം ഞാൻ വീഡിയോയുടെ എഡിറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് അത് സ്കിപ്പ് അടിച്ചു. കുറച്ചും കൂടി ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനും കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസൊക്കെ പറയാം. പുതിയ വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.